ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന തേങ്ങയില്ലാതെ പൊട്ടുകടല വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആദ്യം നമുക്കൊരു 5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് പുളി കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഓവർ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതിയാവും. ഈ സമയം ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും എല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 കപ്പ് പൊട്ടുകടല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചട്നി ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കണം. ചട്നി താളിക്കാനായിട്ട് ഞാൻ സവാള വഴറ്റിയ അതേ പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയൊരു ഉണക്കമുളക് കട്ട് ചെയ്തിട്ടതും വേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്നി ഞാനിവിടെ താളിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. തേങ്ങയില്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചട്നിയാണ്. തേങ്ങ ചട്നിയുടെ അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.